CPI ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനും CPIഎമ്മിനുമെതിരെ രൂക്ഷ വിമർശനം. സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നു. ഇടതു സർക്കാരിനെ പോലെയല്ല പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഗവർണർ വിഷയത്തിൽ CPIഎമ്മിന് ഇരട്ടത്താപ്പാണെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിവരങ്ങൾ. ശ്രീജിത്ത്, CPI ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച 3 മണിക്കാണ് ആരംഭിച്ചത്. ഈ 3 മണിക്ക് ആരംഭിച്ച ചർച്ച ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുമ്പോൾ വലിയ വിമർശനമാണ് സർക്കാരിനും CPIഎമ്മിനും എതിരെ ഈ ചർച്ചയിൽ ഉയരുന്നത്. ചർച്ചയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നു എന്നാണ്. പലപ്പോഴും ഇടതുപക്ഷ സർക്കാരിന് നിരക്കാത്ത നടപടികളും രീതികളുമാണ് സർക്കാരിൽ നിന്നുണ്ടാകുന്നതെന്നാണ് പ്രതിനിധികൾ വിമർശിച്ചത്. ഗവർണർ വിഷയത്തിൽ CPIഎമ്മിന് ഇരട്ടത്താപ്പാണെന്നും പ്രതിനിധികൾ ആരോപിച്ചു. ഗവർണർക്കെതിരെയുള്ള പോരാട്ടത്തിൽ CPIഎമ്മിന് തെല്ലും ആത്മാർത്ഥതയില്ല. നിലപാടുകൾ CPIഎം അടിക്കടി വെള്ളം ചേർക്കുന്നു. CPIഎമ്മിൻ്റെ വകുപ്പുകളിൽ അനധികൃത നിയമനങ്ങളാണ് നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. എല്ലാ മേഖലയിലും CPIയെ താഴ്ത്തിക്കെട്ടാനാണ് CPIഎമ്മിൻ്റെ ശ്രമം. വലിയ പാർട്ടി എന്ന നിലയിലാണ് CPIയോടുള്ള മനോഭാവം. CPI വകുപ്പുകളോടും വലിയ തോതിലുള്ള അവഗണന CPIഎം കാണിക്കുന്നു. സിവിൽ സപ്ലൈസിന് പണം നൽകാതിരിക്കുമ്പോൾ CPIഎം ഭരിക്കുന്ന കൺസ്യൂമർ ഫെഡിന് യഥേഷ്ടം പണം നൽകുന്നു എന്ന വിമർശനവും CPIയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു. വൈകിട്ട് 6:30 പൊതുചർച്ച സമാപിക്കും. 6:00 ശേഷമാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ ചർച്ചയ്ക്ക് മറുപടി പറയുന്നത്.